നമ്മൾ വീണ്ടും തളിയിലേക്ക് പോവുകയാണ്. ഇപ്പോഴും അവിടെ നീണ്ട നിര തന്നെയാണ്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണാം സ്ക്രീനിൽ. ലിഷോയ് തുടരുന്നുണ്ട്. ലിഷോയ്, ഒരു ഏകദേശം എത്ര ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാകും? അതായത് ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മൾ എത്ര പേർക്ക് ടോക്കൺ കൊടുത്തിരിക്കുന്നത്? എത്ര പേർക്ക് 100ഓളം പേർക്കാണ് നിലവിൽ ടോക്കൺ കൊടുത്തിരിക്കുന്നത്. അതായത് ഇനിയും അത്രത്തോളം തന്നെ, അതായത് 6 മണിക്ക് ആണ് ടോക്കൺ കൊടുത്തത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാമാണ് ടോക്കൺ കൊടുത്തത്. ഇനി അത്രത്തോളം ആളുകൾ എന്തായാലും ഈ വോട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം എടുക്കും എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ നിഗമനം. കാരണം ഒരു 8 മണിയോളം തന്നെ നീണ്ടാലും അതിശയപ്പെടാനില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും ഇപ്പോഴും ഇവിടെ കൃത്യമായ ക്രമീകരണങ്ങൾ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും ഇവിടെയുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആവേശം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. 3 മുന്നണികളും വളരെ ശക്തമായ ഒരു പ്രചാരണ പരിപാടികളെല്ലാം തന്നെ ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇത്രത്തോളം ഈ വോട്ടർമാരുടെ ഭാഗത്തു നിന്നും തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പിനെ കൃത്യമായി വോട്ടവകാശം വിനിയോഗിക്കുന്നതിനും ഈ സ്ഥാനാർത്ഥികളുടെയും അതുപോലെ തന്നെ മറ്റ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാം തന്നെ ഒരു ആവേശം അവരിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പരമാവധി വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും അവരുടേതായ വോട്ടുകൾ കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടി, അവസാന നിമിഷവും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് പ്രധാനമായും ഒരുക്കിയിട്ടുള്ളത്. അതിന് ഭാഗമായി എന്തായാലും ലിഷോ ഇപ്പോൾ സംസാരിക്കുന്ന ഒരു രീതി അനുസരിച്ച് ഒരു 100-110 ആളുകൾക്ക് ഇതിനോടകം തന്നെ ടോക്കൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയധികം ആളുകൾ അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്.